അങ്ങനെ അങ്ങനെ വന്ന് ഇപ്പം എത്തിയിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ്. ഒരുപാട് ദിവസത്തിന് ശേഷം കേട്ടോ നമ്മളിങ്ങോട്ട് വന്ന്. ഇവിടെ ഒന്നും ഒരാളില്ല കേട്ടോ. അപ്പം ഇനി ചൊരണ്ടീസ് ഉണ്ട് ഇവിടെ, നമുക്കാന്ന് കഴിച്ചോട്ടെ. ഹായ് പാടട്ടോ തരാന്ന് വേറെ പരിപാടിയാണ്. അതൊന്നും വലിയ പണിയില്ല. ആരോരുമില്ലാത്ത ബീച്ചിനുള്ളിലൂടെ നമ്മൾ നടന്നിട്ട് പോകുന്നത്. ഒരാളുമില്ലല്ലേ, വണ്ടി തിരക്കുമില്ല. സംഭവം നമ്മൾ കുറച്ചങ്ങോട്ട് പോയി നോക്കുക, അവിടെ എന്തുണ്ടോ നോക്കാം. പക്ഷേ വല്ലാത്ത ചൂടായില്ല. അപ്പൊ ഇനി വേറെ എന്നെ കാണിച്ചു കൊടുക്കുന്നില്ല. നമ്മളേ ATM കുറച്ച് ക്യാഷ് ഇറക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ സൈഡാക്കണേ. സംഭവം പറഞ്ഞാൽ ഇവിടെ സൈഡാക്കാനൊന്നും പറ്റൂല, ഇത് പാർക്കിംഗ് ഏരിയ അല്ല. എന്നാലും നമ്മൾ ATM പൈസ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് ബീച്ച് ഇട്ട്, കോഴിക്കോട് ബീച്ച്. എന്താ കാണുന്ന ബീച്ച്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. സംഭവേ ഞാനാണെങ്കിൽ ഇന്ന് തൊപ്പി എടുത്തില്ല, അതേമാതിരി ഗ്ലാസ് കൊടുത്തില്ല. സംഭവം പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ നട്ടുച്ചക്ക് നമ്മൾ എന്താ പറയുക കടല് കാണാൻ നിൽക്കുകയാണ് ഇപ്പോൾ. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. അറ്റ്ലീസ്റ്റ് ആ തൊപ്പിയെങ്കിലും ഇട്ട് വന്നാൽ മതി. ഞാൻ അത് എടുക്കാൻ മറന്നും ചെയ്തു. നമ്മളേ അവിടുന്ന് പോകുന്നു. അവിടെ ATM ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വന്നപ്പോൾ പമ്പിലാട്ടി ഇന്ത്യൻ ഓയിൽ പെട്രോളിയം. ഇന്ത്യൻ ഓയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആളുകളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ എണ്ണ അടിച്ച്, നമ്മൾ ഓൾറെഡി എണ്ണ അടിച്ചപ്പോൾ പകുതിയോളം ഉണ്ട്. നമുക്ക് എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമ്മൾ ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ്റെ പരിപാടിയാണ്. നമ്മളെ ആകെ ടയേർഡായി. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, ഏകദേശം ഒരു 10-10:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. നമ്മൾ വിചാരിച്ച മാത്രമേ നടന്നില്ല. നമ്മൾ ATM പൈസ എടുക്കണം എന്ന് കരുതി, അത് നടന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ വന്ന ക്ഷീണത്തിലാണ്. ഇപ്പം ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇനി ബാക്കി പരിപാടി. നമ്മളിപ്പോൾ എന്തിനാ ഇവിടെ വന്നു വെച്ചാൽ, ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വലിച്ചാണ്ട് ഒരു പൈസ തരുമോ നോക്കണം. കാരണം ഇവിടെ അടുത്തൊന്നും ഇപ്പോൾ ATM കാണുന്നില്ല. ഒരു ATM നമ്മൾ കണ്ട് അവിടെ കയറിയപ്പോൾ അവിടെ അത് വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഇന്ത്യൻ ഓയിൽ വന്നിക്കണം, പെട്രോൾ പമ്പിൽ വന്നിട്ട് എന്നോട് ക്രെഡിറ്റ് കാർഡ് വലിച്ചുകൊണ്ട് കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നാണ്. നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് നേരെ പോകുന്നു. അവിടെ അധികം നമുക്ക് നിൽക്കാൻ പറ്റിയില്ല, നല്ല വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ നേരെ തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഈ പ്രകൃതി ഉണ്ട് മൊത്തത്തിൽ കാട്, ആ കാടിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു യാത്ര. അതേമാതിരി തന്നെ തൊട്ടപ്പുറത്ത് നല്ലൊരു വയലും ഉണ്ട്. നല്ല അടിപൊളി വയലുണ്ട് കേട്ടോ. ഈ കാടുകൊണ്ട് ശരിക്കും കാണില്ല. പച്ചപ്പ് നല്ലോണം കണ്ടിനി. അപ്പം അങ്ങനെ നല്ല അടിപൊളി സ്ഥലല്ലേ. തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്, അതിന്റെ മുകളിൽ കൂടെ പാലുണ്ട്, അതിലും പോവാം. പക്ഷെ നമ്മളിതില് പോകുന്നത്. ഇനി വേറൊരു സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ അയ്യോ സ്റ്റേറ്റ് ഇപ്പം റെഡി ആയി. അപ്പൊ ഇതൊരു ടൗണാണ്. ഞങ്ങളിങ്ങനെ ഹോട്ടൽ അന്വേഷിച്ച് നടക്കണം. ഹോട്ടൽ ഇതുവരെ ആയിട്ട് കാണൂല എന്നുള്ളത്. സമയം ഇപ്പം ഏകദേശം 3:28, 3:30 ഇതുവരെ ഫുഡ് കഴിക്കാതെ ഓടുകയാണ്. നോക്കണം. അപ്പുറത്ത് വേറെ നല്ല എന്താ
നമ്മൾ കോഴിക്കോട് നിന്ന് തെരഞ്ഞ് വരികയാണ്. നമുക്ക് പറ്റിയ ഫുഡില്ല, ഒക്കെ വെറും ചോറ് മീൽസ് മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് പുറത്തിറങ്ങി കൊണ്ടൊന്ന് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ നടന്നില്ല. അങ്ങനെ വന്ന് ഇവിടെ എത്തിയെന്ന് പറയുന്നത് അരീക്കോട് എത്താനായി. ഫൈനലി നമ്മൾ തേടി ലാസ്റ്റ് നമുക്ക് ബിരിയാണി കിട്ടി. അപ്പം ഇനി വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ ഇനി നേരെ ഫുഡ് കഴിക്കാനായി. ഇതാണ് കേട്ടോ ഹോട്ടല്. ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ കുറേ നേരം കാത്തിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഞാനുണ്ട്, ഇപ്പുറത്തെ ഒരാളുണ്ട് കണ്ട്. അപ്പം ഞാൻ നേരെ നമ്മളെ നാട്ടിലേക്ക് മഞ്ചേരി പോവാം.